അല്ല, ആ വിദ്വേഷ പ്രസ്താവനയ്ക്കെതിരായിട്ടാണോ CPM-ന്റെ പ്രസ്താവന? ആർക്കെതിരായിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് വായിക്കുന്നത് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായ? ആർക്കെതിരാണെന്ന് പറയില്ല. ഇത് ആകാശത്തേക്കുള്ള ഒരു വെടിയാണ്. അത് ആർക്ക് വേണമെങ്കിലും കൊള്ളാം, ആർക്ക് വേണമെങ്കിലും കൊള്ളാതിരിക്കാം. അപ്പോ ഈ വിദ്വേഷ ക്യാമ്പയിന്റെ പുറകിൽ ഞാൻ ഇന്നലെ ഒരു ആരോപണം ഉന്നയിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ്, മുഖ്യമന്ത്രിയുടെയും CPM-ന്റെയും നറേറ്റീവാണ് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് പറയിക്കുന്നത് എന്നുള്ള ഒരു ആരോപണം ഞാൻ ഉന്നയിച്ചു. ഇന്നലത്തെ CPM-ന്റെ പ്രസ്താവന വന്നതോടുകൂടി ഞങ്ങളുടെ ആരോപണത്തിന് CPM ഒന്നും കൂടി അടിവരയിട്ടിരിക്കുകയാണ്. അല്ല, മുഖ്യമന്ത്രിയുടെ PR ഏജൻസികൾ ഡൽഹിയിൽ നടത്തിയ ക്യാമ്പയിൻ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ നടത്തുന്ന ഒരു ക്യാമ്പയിൻ, മനസ്സിലായല്ലോ, ഒരു ഭൂരിപക്ഷ പ്രീണന പരിപാടിയായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. വെള്ളപ്പള്ളിക്കെതിരെ കേസെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? അല്ല, ഞാൻ പറയുന്നത് അത് സർക്കാരാണ് തീരുമാനിക്കുന്നത്. ഞങ്ങൾ ആവശ്യപ്പെട്ടത് വിദ്വേഷ ക്യാമ്പയിൻ അവസാനിപ്പിക്കണം. ആര് വിദ്വേഷ ക്യാമ്പയിൻ നടത്തിയാലും കേരളത്തിലെ പ്രതിപക്ഷവും UDF-ഉം അതിനെ എതിർക്കും. ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും ഞങ്ങൾ ഒരുപോലെ എതിർക്കും, ഒരു സംശയമില്ല. ആര് പറഞ്ഞാലും എതിർക്കും, ആര് പറഞ്ഞാലും. അതായത് അത് തെറ്റായ കാര്യമാണ്. അത് അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്ന ഒരു സമ്മേളനത്തിൽ പോയപ്പോ അദ്ദേഹത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും അദ്ദേഹം ആ സമുദായത്തിന് നൽകിയ സംഭാവനകളെ കുറിച്ചും പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, പരിണതപ്രജ്ഞനായ സമുദായ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തെ പോലെ ഒരാളത് പറയരുത്. കാരണം ശ്രീനാരായണ ഗുരുദേവനെ ഹൃദയത്തിൽ ഏറ്റിയ ആളുകളാണ് എല്ലാ മലയാളികളും, ജാതിമത വ്യത്യാസമില്ല. ആ ഗുരുദേവന്റെ പ്രസ്ഥാനം നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹം ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് അത് പറയരുത്. അപ്പൊ അവരാ യോഗത്തിൽ, നമ്മൾ അനുമോദന യോഗത്തിലും അനുശോചന യോഗത്തിലും പോകുമ്പോ പറയുമല്ലോ എല്ലാവരെയും പറ്റി, അതുപോലെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ.